മിറക്കിൾ പോലെ ക്യൂറായ ചരിത്രങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച സയൻസിൽ അതിന് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ലെറ്റ് us hope for a miracle. Let us hope for a miracle. Let us hope for a miracle. ചാക്കോ, ക്ഷീണം തോന്നുന്നുണ്ടോ? കുറച്ച് ഞാനും ഓടിക്കാം. ശരി, നിർത്ത്. யாருக்காக தண்டனம் தண்டனம் இது யாருக்காக இந்த மாளிகை வசந்த மாளிகை காதலோவியம் கதர்த்த மாளிகை யாருக்காக தண்டனம் தண்டனம் இது யாருக்காக தண்டனம் தண்டனம் இந்த மாளிகை வசந்த மாளிகை என்ன விடுறா என்னத்த கொடுக்க புட்டி விடுறா போட்டு விடுறா என்ன புடிங்க யாருக்காக ആർക്കാണ് ഇത്ര അത്യാവശ്യം നോക്കട്ടെ വല്ല മന്ത്രിമാരുമായിരിക്കണ കടത്തി വിട്ടേര് പോട്ടെന്നേ ആ മെല്ലെ പോയാ മതി അവിടെ ചെന്നിട്ട് എന്താ ക്യാബിനറ്റ് വിടാൻ പോകുന്നു വണ്ടി ഇടിച്ചു പൊളിച്ചിട്ട് കടന്നാണോ ഇങ്ങോട്ടിറങ്ങ് പെണ്ണുപിള്ളേ മുതലാളിമാരുടെ വണ്ടി ഇടിച്ചു കളഞ്ഞിട്ട് പോണേ അയാളുടെ വണ്ടി ഒന്ന് പോയി നോക്ക്. ഇന്നലെ എഞ്ചിൻ പണി പാച്ച് വർക്കും കഴിച്ചിളക്കി എന്റെ വണ്ടി കണ്ടോ എന്റെ വണ്ടി കണ്ടാ ഇതൊന്ന് പോയിട്ടല്ലേ ഉള്ളൂ പോയിട്ടേ ഉള്ളൂ നിങ്ങൾ മുതലാളിമാർക്ക് അതൊരു പ്രശ്നമല്ല പക്ഷെ ഞങ്ങൾ പാവത്തുങ്ങൾക്ക് ഓടിച്ചു സൈഡ് വരാനിട്ടല്ലേ ഫോൺ അടിച്ചിട്ട് സൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നീ നിന്റെ മോളിൽ കൂടെ ചാടിപ്പോവോ നീ ആളാ ജെയിംസ് ബോണ്ടാ തണ്ണി പോട്ടിരിക്ക ഇതാണ് തണ്ണി പോട്ടിരിക്ക ഇതാണ് തണ്ണി പോട്ടിരിക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട് അവിടുത്തെ അടിച്ച് ഫിറ്റായി കിടക്കുന്നത് അനാവശ്യം പറയരുത്. യോ ഈ പെണ്ണുമ്പിള്ളെ കുടിച്ചിട്ടുണ്ട് വെള്ളം അടിച്ചോണ്ട് മനുഷ്യനെ കൊല്ലാൻ നടക്കണേ 500 രൂപ കിട്ടണം 500 രൂപ ബമ്പറേലും തട്ടിയാൽ 500 രൂപ ക്രാങ്ക് ഒഴിഞ്ഞിരിക്കാൻ അതെങ്ങനെയാ ബമ്പറേലും തട്ടിയാൽ ക്രാങ്ക് ഒടിയുന്നേ ഇന്ന ഊരിലെ അപ്പിടിത്താ ആമാ അപ്പിടിത്താൻ നിന്നെ ഓട്ടോമൊബൈൽ മെക്കാനിസം പഠിപ്പിക്കാം ഇന്ന് പോയത് തന്നെ കാശടിച്ചു വിടരുത്. കാശ് തരാം. ഇന്നാ 500 രൂപ. உள்ளே உட்காருமா உள்ளே இருங்க சார் உள்ளே இருங்க சார் உள்ளே உட்காருங்க சார் அப்படியே ரிவர்ஸ் போட்டு இப்படியே போய் ஃபர்ஸ்ட் போட்டு அப்படியே போங்க இன்னும் நிறைய மாட்டு வண்டி இருக்கு பார்த்து போங்கம்மா ஸ்டார்ட் ஆகல கைவையடா இந்த மாதிரி டைம்ல தானே ஹெல்ப் பண்ணலாம் போமா ஓ பார்த்து போமா இன்னும் மாட்டு வண்டி இருக்கு தள்ளாம கொல்லாம போமா 1 2 3 4 5 அவங்க காத்தாவத்தோட சொல்லியாச்சு நம்ம காத்துதான் போயிடுச்சு.
ഇരുട്ടുന്നതിന് മുമ്പ് എത്തുമെന്ന് അമ്മ വിളിച്ചു പറഞ്ഞത്. വഴിയിൽ അല്പം വൈകിപ്പോയി. ഒരു ഹീറ്റർ കൂടെ എടുത്തു വെക്കണം കുഞ്ഞ്, നല്ല തണുപ്പുണ്ട്. വേണ്ട, കണാരം പോയി കിടന്നോളൂ. ഓ. ഉറക്കം വരുന്നുണ്ടോ? ഒരു ഗുളിയും കൂടി ഇടട്ടെ? யாருக்காக இது யாருக்காக இந்த மாளிகை வசந்த மாளிகை காதலோவியம் கலந்த மாளிகை யாருக்காக இது யாருக்காக இந்த மாளிகை வசந்த மாளிகை காதலோவியம் கலந்த மாளிகை காதலே போ காதலே போ തൊള്ള തുറക്കാതെ അവരെല്ലാം വന്നിട്ടുണ്ട്. யாரு അടിച്ച് ഫിറ്റാണല്ലേ, അവര് കേൾക്കും. എന്നാ കാലത്തെ പറഞ്ഞ് തൊളിക്കാൻ മേലായിരുന്നോ? കണാര, ഇയാൾ ഏതാ? ഞാൻ പറഞ്ഞില്ലേ, രാഘവൻ. ഇവനിവിടെ നാട്ടുകാർക്കൊക്കെ ഒരു സഹായിയാ. പട്ടണത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ട് വിൽക്കുക, ഇതൊക്കെയാ പണി. എനിക്കൊരു സഹായമാകട്ടെ എന്ന് കരുതി നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിരിക്കുക. ആളറിയാ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ആർക്കായാലും ഒരബദ്ധമൊക്കെ കുറച്ച് കാശ് ചെലവായിപ്പോയി. ബാക്കി നാളെ. വേണ്ട, കഷ്ടപ്പെട്ട് സമ്പാദിച്ചല്ലേ, കയ്യിൽ വെച്ചോളൂ. എടാ, എന്താ കുഴപ്പമുണ്ടാക്കിയത്? ഒന്നും പറയണ്ട കണ്ണാരേട്ടാ. നാളെ മുതൽ താമസിക്കാൻ വേറെ സ്ഥലം നോക്കിയാൽ മതി. എന്റെ ഗതി പെരുവഴി.
போனால் போகட்டும் போடா. இந்த பூமியில் நிலையாய் வாழ்ந்தவன் யாரடா? போனால் போகட்டும் போடா. എന്നെ തിരിച്ചറിഞ്ഞപ്പോ ആള് ശരിക്കും ചമ്മി കേട്ടോ. ബമ്പർ നുരഞ്ഞതിന് അവന്റെ ക്രാങ്ക് ഒടിഞ്ഞെന്ന്. 500 രൂപയെ കാശെന്താ മരത്തി. എന്താ? ഇന്നലെ ആളറിയാതെ ഒരബദ്ധം പറ്റിപ്പോയതാ. എനിക്കാദ്യമേ സംശയം തോന്നി, പിന്നെ തോന്നി വേറെ ആരാണ്ടോ ആണെന്ന്. അതെന്താ? ആരായാലെന്താ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നത്? അല്ല, ഇന്നലെ വെള്ളത്തിന്റെ പുറത്ത്. ആഹാ, അപ്പൊ താൻ വെള്ളം അടിക്കുമല്ലോ. അങ്ങനൊന്നുമില്ല, വല്ലപ്പോഴൊരു ശകലം ഇത്തിരി. മേലിൽ മദ്യവെച്ച് ബംഗാളിന്റെ കോമ്പൗണ്ടിൽ വന്നാലുണ്ടല്ലോ, അന്ന് തന്നെ പുറത്താക്കും. മനസ്സിലായോ? പിന്നൊരു കാര്യം, തന്റെ മറ്റേ ആ നശിച്ച പാട്ടുണ്ടല്ലോ, യാരുക്കാകെയാണോ എന്തോ, അതും വേണ്ട. സാറിനെ ഞാൻ കൊണ്ടുപോവാ. വേണ്ട. അയ്യോ, ഒരു കുഴപ്പമുണ്ടാകില്ല. ബാബുട്ട, ഞാൻ ഇപ്പൊ വരാം. സൂക്ഷിച്ച്. സലാം സാർ. നല്ല മുഖപരിചയം. ചുമ്മാ തോന്നായിരിക്കും അല്ലേ? ഇനി എന്നും രാവിലെ നമ്മൾ 2 രൂപ കറക്കം. എനിക്ക് പണിയില്ലാത്തപ്പം നമുക്കിതുപോലെ പുറത്തു പോവാം. യാർക്കാ ഇത് യാർക്കാ ഹേ? താഴെ അടിവാരത്തൊരു നഴ്സറിയില് കുറെ റോസാ ചെടി കണ്ടു. ഞാൻ നാളെ വണ്ടിയിൽ പോകുമ്പോ വാങ്ങിക്കാം. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഒറ്റ തുള്ളി അച്ഛനാണ് കഴിച്ചിട്ടില്ല. ഭയങ്കര നടുവേദനയും പനിയും. അല്ല, നമ്മുടെ സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. താനെന്താ പോലീസിലായിരുന്നോ? ഏയ് അല്ല. അപ്പൊ പിന്നെ കള്ളനായിരുന്നോ? അയ്യോ ഇല്ല. പിന്നെങ്ങനെയാ സാറിനെ പരിചയം? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ദേ ഒരു കാർ വരുന്നു. നല്ല പുള്ളികളാ. രാത്രി നേരെ ഇങ്ങ് പോന്നല്ലേ? ബാബുട്ടൻ വല്ലാതെ ടയർഡായി. എങ്കിൽ രാവിലെങ്കിലും വരായിരുന്നില്ലേ? ബാബുട്ടിന് ഒറ്റയ്ക്കാക്കിട്ടോ. സുമേ, നീ വന്നേ. നീ അങ്ങ് വലിയ പെണ്ണായി പോയല്ലോ. കെട്ടിക്കാറായി. അല്ല, ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നേനെ. ലയൺസ് ക്ലബിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോ നേരം പാതിരായി. അകത്തോട്ട് പോ. അല്ല, ഇവൻ ഏതാ? നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന കണാരിനൊരു സഹായത്തിന് വരൂ. അല്ല, ഇയാളേതാ? ഹൗ ഡു യു ഫീൽ? ഫൈൻ അല്ലേ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ഭേദമാവും. നല്ലൊരു ഡോക്ടറാണ് കൊടൈക്കനാൽ ഏത് രോഗത്തിനും. ഒരു ദിവസം രണ്ടാളും കൂടെ അങ്ങോട്ട് വരണം. ബാബുവിന് സുഖമായിട്ട് മതി. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ബുദ്ധിക്കും ശരീരത്തിനും ആ കേട് അല്ലേ? എന്തൊക്കെയായി പറയുന്നത്? അതിനെല്ലാം മനസ്സിലാവും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കാപ്പി എടുത്ത് വെച്ചു. അപ്പോ ഞങ്ങൾ ഇത്തിരി കാപ്പി കുടിച്ചിട്ട് വരാം. ഞാനിപ്പോ വരാം.
കുട്ടികളല്ലേ. ഇവിടെ ഒരു ടീച്ചർ ആവണമെന്ന് തോന്നുന്നുണ്ടോ ശ്രീദേവിക്ക്? തമാശയായിട്ട് എടുക്കണ്ട, ഒരു ചേഞ്ചിന് നല്ലതാ. ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കാലോ. വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? മോളെ, ശ്രീദേവി സ്കൂളെല്ലാം ചുറ്റി നടന്നു കാണിക്ക്. എനിക്ക് ഇത്ര പണിയുണ്ട്. രണ്ടുമൂന്ന് പേരൻസ് വന്നിട്ടുണ്ട്. സതിവാ. ചേച്ചി വാ.